എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇലക്ഷനൊക്കെ അടുത്ത് വന്നു അല്ലെ. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക ആർക്കാണ് വോട്ട് കൊടുക്കുന്നത് അല്ലെ. ഈ ഇത്രയും വർഷങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, ഇടത് വലത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടിയിട്ടുണ്ടോ? എവിടം വെറും വാഗ്ദാനങ്ങൾ മാത്രം. പിണറായി വിജയേട്ടനെ വരെ ചീത്ത വിളിക്കുന്ന അവസ്ഥ വരെ എത്തിച്ചേർന്നു ജനങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് ഒന്ന് കടന്നു നോക്കാം. തൃശ്ശൂർ മണ്ഡലത്തിലെ നമ്മുടെ സുരേഷ് ഗോപി സാറ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം സാറ് ഒരു സ്ഥാനവും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യം നമുക്ക് നോക്കാം അല്ലെ, മുരളീധരനും സുനിൽകുമാറും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മുരളിയേട്ടന്റെ കാര്യങ്ങളൊന്ന് ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം അല്ലെ, നിങ്ങൾ ആർക്കാ വോട്ട് കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്കൊന്ന് അതിലേക്ക് പോവാം. തേടിയെത്തിയ അശരണായ ഒരു വൃദ്ധയോട് നമ്മുടെ ചില ജനപ്രതിനിധികളുടെ സമീപനം ഞങ്ങൾ കണ്ടു. നിയമസഭാ സമിതി പൂജപ്പുര സെൻട്രൽ ജയിൽ സന്ദർശിക്കുന്നതറിഞ്ഞ് ഞങ്ങൾ എത്തുമ്പോൾ സബൂറ ബീവി എന്ന 60-കാരി ജയിൽ പരിസരത്തുണ്ടായിരുന്നു. കടുത്ത രോഗിയായി തടവിൽ കഴിയുന്ന ഭർത്താവിനെ ഒരു നോക്ക് കാണാൻ ഏതാണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ നിരങ്ങിയെത്തും. രണ്ട് കാലിലും പാതി പോലും വളർച്ചയില്ല, മക്കളില്ല, സഹായിക്കാൻ ബന്ധുക്കളുമില്ല. അതുകൊണ്ട് മറ്റൊന്നിനും കഴിയില്ലെങ്കിലും ഇവിടെ വരെ ഒന്ന് വന്ന് വിവരം തിരക്കിയില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു സബൂറ ബീവി. പതിവില്ലാത്ത ആളും ബഹളവും കണ്ട് തിരക്കിയപ്പോൾ MLA-മാരുടെ വരവാണെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. നല്ലവരാണെന്നും ദുരിതം കേട്ടാൽ മനസ്സിലാകുമെന്നും മറ്റു ചില സന്ദർശകരും പറഞ്ഞത് കേട്ട് വെറും മണ്ണിൽ കുത്തിയിരുന്നു ഈ വൃദ്ധ. ഒടുവിൽ മാധ്യമങ്ങളെ കണ്ട ശേഷം MLA-മാർ ഇറങ്ങുന്നു. പിന്നെ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. ദുരിതം ബോധിപ്പിക്കാൻ MLA-മാരുടെ കാൽക്കിലേക്ക് ഇഴഞ്ഞെത്തിയ വൃദ്ധ അരക്കാലിൽ ഒന്ന് കുത്തിപ്പൊങ്ങാൻ ശ്രമിച്ചാണ് തലയടിച്ച് വീണത്. ഒരു കൈത്താങ്ങിന് പോലും ഒരാളും തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഇവരെ മുൻപിലേക്ക് കടത്തിവിട്ടതിലുള്ള അമർഷമാണ് കൂട്ടത്തിൽ ഒരാൾ പ്രകടിപ്പിച്ചത്. കണ്ടു നോക്ക്, നികൃഷ്ട ജന്മങ്ങൾ തന്നെ പറയാം ഇവറ്റകളാ. ഇങ്ങനെ വിവരം തിരക്കി പകച്ചു നിന്ന ജയിൽ ജീവനക്കാരോട് ജയിൽ മേധാവി അടക്കം ഉന്നതരുടെ സാന്നിധ്യത്തിലുണ്ടായ സംഭവം സുരക്ഷാ വീഴ്ചയാകുമോ എന്ന് വരെ പേടിച്ചു പോയ അവരാകട്ടെ തിടുക്കത്തിൽ മുരളീധരൻ കോൺഗ്രസിന്റെ കേട്ട് ബോധിച്ച് ജനപ്രതിനിധികൾ മടങ്ങി. ഈ വൃദ്ധയ്ക്ക് ഒന്നുപോലെ ചെവി കൊടുക്കാതെ. ക്യാമറമാൻ S പ്രശാന്തിനൊപ്പം അനിൽ ഇമ്മാനുവൽ, മനോരമ ന്യൂസ്. നിങ്ങൾ കണ്ടല്ലോ അല്ലെ. ഈ ഒരു സ്ഥാനത്ത് സുരേഷ് ഗോപി സാറാണെങ്കിൽ ആ വൃദ്ധക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ചെയ്യാ മനുഷ്യൻ. എന്നിട്ടോ ട്രോളുകളോ, ഒരുപാട് ട്രോളുകളും. നിങ്ങൾ എന്താ കോൺഗ്രസ്സുകാരെ CPM-കാരെ നിങ്ങൾ നന്നാവാത്തത്? ഒരാള്, അതായത് അവരെ വിഷമങ്ങൾ പറഞ്ഞു തരേണ്ടിയിട്ടായിരിക്കില്ല നിങ്ങളെ മുന്നിൽ വന്നിട്ടുണ്ടാവുക. അപ്പൊ ഈ ഒരു വിഷ്വല് നിങ്ങൾ കളവാന്നെന്ന് പറയൂലല്ലോ. ഇല്ല, പറയുവോ? ഒരിക്കലും പറയൂല. എന്നിട്ട് സുരേഷ് ഗോപി സാറിനെ വളരെയധികം വൃത്തികേടാക്കിയിട്ട് ട്രോൾ ചെയ്തിരിക്കുന്ന ആൾക്കാരോട് വെറും പുച്ഛം മാത്രം. ഈ ശക്തൻ മാർക്കറ്റ് പോലെയുള്ള സ്ഥലങ്ങൾ ഇന്ന് ആ സ്ഥലങ്ങൾ കാണുന്ന രീതിയിലാകണമെന്നുണ്ടെങ്കിൽ സാറിന്റെ വേർപ്പ് തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കുത്തുമ്പോൾ ആർക്ക് കുത്തണം എന്നുള്ളത്. ഉപകാരപ്പെടുന്ന സ്ഥാനാർത്ഥിക്ക് തന്നെ. അത് സുരേഷ് ഗോപി സാറ് തന്നെയാണ് തൃശ്ശൂരിൽ ജയിക്കേണ്ടത്. ആ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാണ് എന്നുള്ളത് അവര് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളോട്. ഇതാ ഇമാതിരി സാധനങ്ങളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് മുരളീധരനെയും അതുപോലെ തന്നെ സുനിൽകുമാറിനെയും ഒക്കെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അവസ്ഥ, ഒരു സാധാരണ സാധു സ്ത്രീയാണ്. ആ സ്ത്രീനെ കടത്തി വിട്ടതിന്റെ ആക്രോശമാണ് ഇതിപ്പോ നിങ്ങൾ കണ്ടത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇവനെ പോലെയുള്ള ആൾക്കാരൊക്കെ അവിടെ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവുമോ സുഹൃത്തുക്കളെ? എവിടെ, അതൊന്നും ഉണ്ടാവൂല. കഷ്ടം തന്നെ. 5 വർഷമായിട്ട് മണ്ഡലത്തില് ഒരു തിരിഞ്ഞു നോട്ടം പോലും ചെയ്യാത്ത, വോട്ട് ചോദിച്ചിട്ട് ആലപ്പുഴയിലെ ആരിഫ് MP നാട്ടുകാർ തന്നെ, പൊതുജനം തന്നെ ചൂലുമെടുത്ത് സ്വീകരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ? എവിടെ? ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ കാണില്ലല്ലോ. വാ, നമുക്ക് അതും കൂടി കാണാം അല്ലേ. കണ്ടല്ലോ, സാധാരണ ജനങ്ങളുടെ വികാരം മാത്രമാണ് നിങ്ങൾ കാണുന്നത്. സാധാരണപ്പെട്ട ജനങ്ങളുടെ വികാരം മാത്രമാണ്. അതായത് 5 വർഷം മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാതെ വോട്ട് ചോദിച്ചു പോകുന്ന ആളോട്, അതായത് ആരിഫിനോട് സ്ത്രീകളും അമ്മമാരും അതുപോലെ തന്നെ പൊതുജനങ്ങളും ചോദിക്കാൻ തുടങ്ങി.
അപ്പം ആൾക്കാർക്ക് വിവരം വെച്ച് തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? എന്തായാലും ജനങ്ങൾക്ക് വിവരം വെച്ചതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കാം ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.